ആദ്യം VP ഒന്ന് കാര്യമായിട്ടൊന്ന് ഞെട്ടിക്കണം. അമ്മേ, ദേ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാ ഈ ഹെയർ ഗ്രോത്ത് അറിയാൻ പറ്റില്ല അമ്മേ? അത് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാവൂ പോ. ഏയ്, അത്ര സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ അറിയില്ലേ? നീ തിരക്ക് കൂട്ടാതെ സമയമാകുമ്പോ അതിങ്ങ് വളർന്നു വന്നോളൂ. എന്തായാലും ട്രീറ്റ്മെന്റ് ഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പായല്ലോ, അതുപോരെ. ഞാൻ ഇറങ്ങാ, പോവാൻ സമയായി. എന്നാലും VP ഞെട്ടിക്കാൻ ഇത് മതി. ഒന്നുകൂടി ബ്ലാക്ക് ചെയ്യണോ? വേണ്ട, നാച്ചുറാലിറ്റി കളയണ്ട. എന്തോന്നാ മുരളി ഇതൊക്കെ? ഈ ടീച്ചർ ഇത് എന്തു ഭാവിച്ച? നമ്മുടെ കുട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ലെന്നാണോ? അതോ എല്ലാം അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണോ നിങ്ങൾ? അതിനമ്മ മുരളിയേട്ടനോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഇങ്ങനൊരു പ്ലാൻ ടീച്ചറുടെ മനസ്സിലുള്ള കാര്യം നമ്മളോട് അവര് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ VPയോട് പറഞ്ഞ കാര്യമല്ലേ നമ്മൾ അറിഞ്ഞത്. മതിയല്ലോ. അങ്ങനെ മാളൂനെയും കൊണ്ട് ബാംഗ്ലൂരിൽ പോയി താമസിക്കേണ്ട കാര്യം എന്താ അവർക്ക്? അവരുടെ മോൻ ചെയ്ത നെറുകേടിന് പൂച്ച കുഞ്ഞുങ്ങളെയും കടിച്ചെടുത്തോണ്ട് പോകുന്നത് പോലെ നമ്മുടെ കൊച്ചിനെയും കൊണ്ട് അവരെന്തിനാ ഉലകം ചുറ്റാൻ നടക്കുന്നത്? അതൊന്നും ശരിയായ ഏർപ്പാടല്ല. ടീച്ചർ VPയോടല്ലേ ചോദിച്ചത്? അശ്വതി പറഞ്ഞതുപോലെ അവരുടെ മാത്രം ഇഷ്ടം നോക്കി മാളുവിനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോവാൻ നമ്മൾ സമ്മതിക്കൊന്നുമില്ല. വിഷയം നമ്മുടെ മുന്നിൽ വരട്ടെ, അപ്പം നമ്മൾ നമ്മുടെ തീരുമാനം പറയും. അതുവരെ കാത്തിരിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ. ദേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ തന്നെ അവളെ ഇവിടെ വിളിച്ചോണ്ട് വരേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അതാ നിങ്ങളുടെ ആദ്യത്തെ തെറ്റ്. ആ അവസ്ഥയില് അവളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയൊന്നും ഒന്നും ചെയ്യാൻ തോന്നിയില്ലമ്മേ. അതുകൊണ്ടല്ലേ എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ അവൾക്ക് ഡേസി ടീച്ചറിന്റെ ഒപ്പം നിൽക്കാനായിരുന്നു താല്പര്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മ പറഞ്ഞതുപോലെ അത് മുളയിലങ്ങ് നുള്ളേണ്ടതായിരുന്നു. മാളുവിനെ നമ്മൾ ഇങ്ങു കൊണ്ടുവന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോഴാണോ ആ കാര്യത്തെക്കുറിച്ച് ബോധം ഉദിച്ചത്? ആ പോട്ടെ, അന്നേരം അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായി. പക്ഷെ അതിന്റെ പേരില് നമ്മുടെ കൊച്ചിനെ അവിടെ നോക്കുകുത്തിയായി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് അവളെ എങ്ങ് വിളിച്ചോണ്ട് പോരെ. ഞങ്ങള് വിളിച്ച അവള് വരില്ലല്ലോ അമ്മേ. ഡേസി ടീച്ചർ എന്തു പറയുന്നോ അതല്ലേ അവള് കേക്കൂ. ദേ, ആദ്യം അവളുടെ ശീലമാ നിർത്തേണ്ടത്. എല്ലാം ടീച്ചർ പറയുന്നത് പോലെ ചെയ്യാൻ നിന്നാ അവളുടെ തന്തയും തള്ളയെന്ന് പറഞ്ഞ് നിങ്ങൾക്കെന്താ ഒരു വില? അതും പോട്ടെ, നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മുടെ വീട്ടിലെ കൊച്ചു ജീവിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യത്തിൽ ടീച്ചർ സമ്മതിക്കാതെ വയ്യ. സ്വന്തം മോൻ ഇങ്ങനെ ഒരു നെറുകേട് കാണിക്കുമ്പോ ഏതമ്മയും അതിനെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കൂ. പക്ഷെ ടീച്ചറിന്റെ കാര്യത്തില് അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. സ്വന്തം മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് മാളുവിനെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. നീ എന്താ അശ്വതി, അവരുടെ വലിപ്പം പറയാനാണോ നോക്കുന്നത്? അതെ, അങ്ങനെ മോനെ പുറത്താക്കി മരുമോളെ സംരക്ഷിക്കണമെന്നൊന്നും നമ്മളാരും അവരോട് ആവശ്യപ്പെട്ടില്ലല്ലോ. മാളൂനുള്ളവരാരും മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇവിടെ പച്ച ജീവനോട് ഇരിപ്പുണ്ട്. അവളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും നമ്മളൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവര്. ഞാൻ പറഞ്ഞേ ഉള്ളൂ അമ്മേ, വലിപ്പം പറഞ്ഞൊന്നുമല്ല. എന്തു വന്നാലും ടീച്ചർ മാളൂനോടൊപ്പം ഉണ്ടാവുന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോ അവളെ അവിടെ അങ്ങനെ നിർത്തുന്നത് ശരിയാവില്ല. പ്രത്യേകിച്ചും അപ്പുവിനോടൊപ്പം ബാംഗ്ലൂർ പോകാനുള്ള പ്ലാൻ ടീച്ചറിന്റെ മനസ്സിലുള്ളപ്പം ഒരു കാരണവശാലും അത് അനുവദിക്കരുത് മുരളി. ഒന്നാമതേ ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുന്ന പെണ്ണ്, അതിന്റെ കൂടെ ആണായി ജീവിക്കുന്ന അപ്പുവിന്റെ കൂടെ ബാംഗ്ലൂർ പോയി താമസിക്കാന്ന് പറഞ്ഞ ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ മറ്റെന്തെങ്കിലും വേണോ? ദേ, ഒരു നാഴികയ്ക്ക് മുമ്പേ എങ്കിൽ ഒരു നാഴികയ്ക്ക് മുമ്പേ നമ്മുടെ കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവരിക വേണ്ടത്. അത് പറയുന്ന പോലെ അത്ര എളുപ്പമാണോ അമ്മേ? ഞങ്ങൾ ചെന്ന് വിളിച്ച അവള് വരുന്നു തോന്നുന്നുണ്ടോ? അതെ, വിളിക്കേണ്ട രീതി വിളിക്കണം. ഇനി അഥവാ വരുന്നില്ലെന്ന് പറഞ്ഞ പിഴിച്ചു കെട്ടി ഇങ്ങ് കൊണ്ടുപോരണം. 2-3 ദിവസത്തെ പിണക്കവും പരിപ്പവും ഒക്കെ കാണും. അത് വയ്യ അങ്ങ് മാറും. ദേ, അതുപോലെയല്ല പെണ്ണിന് ചീത്തപ്പേര് വീണു പോയാൽ. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വരാം. ചിലപ്പോ കുറച്ച് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അതാരും കാര്യമാക്കാതിരുന്നാ മതി. വേണ്ടമേ, ഞങ്ങൾ തന്നെ പോയിട്ട് വരാം. അശ്വതി, നമ്മൾ ചെല്ലുന്ന കാര്യം അവളെ ഒന്ന് വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പോ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും വേണ്ടല്ലോ. ഞാൻ ഇറങ്ങാം. ദേ,
നീ അവളെ വിളിച്ചു പറയുന്ന കാര്യം മറക്കല്ലേ. ഇല്ലമ്മേ. ആ VP ഇത് എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഡേയ്സിന്റെ വീട് വരെ പോയി. വരുന്ന വഴി മുരളിയും കണ്ടു. ഓ, അപ്പോ വിവിധോദ്ദേശ പരിപാടിയായിരുന്നല്ലേ? എങ്കിൽ ലേറ്റ് ആവുന്നുള്ള കാര്യം എന്നൊന്ന് വിളിച്ചു പറയായിരുന്നല്ലോ. VP വെയിറ്റ് ചെയ്തിരുന്ന് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. വിശന്നിട്ട് മനുഷ്യന്റെ ഫിലമെന്റ് അടിച്ചു പോയി. ഓ സോറി. അല്ല, നീ എന്തിനാ എന്നെ വെയിറ്റ് ചെയ്ത്? കഴിക്കായിരുന്നില്ലേ? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ? ആ, എന്നും ഒരുമിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. ആ പതിവ് തെറ്റിക്കണ്ടെന്ന് വെച്ചു. അതെ, ഞാനിതൊരു മെഡിസിൻ കഴിച്ചതിന്റെ എന്തെങ്കിലും ചേഞ്ച് VPക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മൊത്തത്തിൽ എനർജി ഒന്നും കൂടിയ പോലെ ഉണ്ട്. ആളൊന്നുകൂടി ഉഷാറായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ പുറമെ കാര്യമായിട്ടും തോന്നില്ല. ഐ മീൻ, എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക മാറ്റവും? അങ്ങനെ കാര്യമായി എടുത്തു പറയത്തക്ക മാറ്റം തോന്നുന്നില്ലല്ലോ. എന്തു പറ്റിയപ്പോ? നിനക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയോണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. എന്താണെന്ന് തെളിച്ചു പറ. അതെ, നിങ്ങളുടെയൊക്കെ കണ്ണിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. രണ്ടുപേരും ഉടനെ തന്നെ വിശദമായിട്ട് ഒരു ഐ ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. എന്റെ കണ്ണിനൊരു പ്രോബ്ലം ഇല്ല. പോരാത്തതിന് ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഐ ടെസ്റ്റ് നടത്തിയാണല്ലോ. അല്ല, എന്താ തന്റെ പ്രശ്നം? എന്തോ പ്രശ്നം? എന്റെ മുഖത്ത് ഹെയർ ഗ്രോത്ത് വന്നു തുടങ്ങിയത് ഇത്ര അടുത്ത് വന്നിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല അതിനർത്ഥം. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. എവിടെ നോട്ടെ? നോക്ക്, കണ്ടില്ലേ? ഇവിടെ. ഓ, കണ്ടു. ഇത് മുളച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതും നേരത്തെ ഉണ്ടായിരുന്നു തന്നെയാണോ? നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നതോ. ഓക്കെ, നന്നായി. അപ്പോ നമ്മുടെ ഹോർമോൺ വർക്ക് ചെയ്ത് തുടങ്ങിയല്ലേ? അമ്മയെ കാണിച്ചില്ലേ നീ? പിന്നെ അപ്പൊ തന്നെ ഗീതാലക്ഷ്മി അതിന്റെ റെമഡിയും പറഞ്ഞു തന്നു. റെമഡിയോ? അതെ, ഒരു അരമണിക്കൂർ പാർലറിലോട്ട് ചെന്നിരുന്നു കൊടുത്താ ത്രെഡ് ചെയ്തോ വാക്സ് ചെയ്തോ ഇതങ്ങ് മാറ്റിത്തരാന്ന്. അതമ്മ ഓർക്കാതെ പറഞ്ഞതാവും. ഓർക്കാതെയൊന്നുമല്ല. എല്ലാവരുടെയും മനസ്സില് അപ്പു ഇപ്പോഴും പഴയ പെൺകുട്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പോ ഒരു കണക്കിന് ചിന്തിച്ച നീ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. ഇതേ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ തെറ്റു പറയാനാവില്ല. കാരണം കല്യാണം കഴിഞ്ഞ് 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഗീത കൺസീവ്ഡ് ആവുന്നത്. നിനക്കൊപ്പം ഒരമ്മയും അച്ഛനും കൂടി ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നത് ഒരു പെൺകുഞ്ഞിനായിരുന്നു. ഇതേപോലെ വഴിപാടും നേർച്ചയൊന്നും നേർന്നില്ലെങ്കിലും ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാകണേന്ന് ഞാനും മോഹിച്ചിരുന്നു. ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് തന്നെ പിറന്നപ്പോ എന്റെയും ഗീതയുടെയും സന്തോഷം ഇരട്ടിയായി. വൈകി കിട്ടിയതാണെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു മോളെ തന്നെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ഞങ്ങൾ ശരിക്കും ആഘോഷമാക്കിയിരുന്നു. മുരളി അശ്വതിയൊക്കെ അതും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി കൂടി ചെയ്തു. പക്ഷേ ഗീതയുടെ വയറ്റിൽ ജന്മമെടുത്ത കുഞ്ഞിന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ വൈകിപ്പോയി. ദൈവം ഒരിക്കലും പാർഷ്യലാവാൻ പാടില്ലല്ലോ. തുടക്കത്തിൽ ഞങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന ദൈവം പിന്നീട് ആ കുഞ്ഞിന് തിരിച്ചറിവായപ്പോ അവൾക്കൊപ്പം കൂടി. അവൾ ആഗ്രഹിച്ചതുപോലെ അവളെ ഒരാണാക്കി മാറ്റി. നിന്റെ ആഗ്രഹം അതായതുകൊണ്ട് നിനക്ക് അതുമായിട്ട് വേഗം പൊരുത്തപ്പെടാൻ പറ്റി. ഞങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. 10-21 വർഷം പെൺകുഞ്ഞായി കൊണ്ടു നടന്നതല്ലേ. പൊരുത്തപ്പെടാൻ യുക്തി കൊണ്ട് ശ്രമിച്ചാലും മനസ്സത്ര പെട്ടെന്ന് വഴങ്ങിത്തരണമെന്നില്ല. ഏയ്, നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല, അതൊരു സത്യമാണ്. അറിയാതെ ഇനിയും എന്തെങ്കിലും ഞങ്ങളുടെ നാവിൽ നിന്ന് വീണുപോയാ
അത് മനഃപൂർവ്വമാണെന്ന് വിചാരിക്കരുത്. ഓക്കെ? ആ അതുപോട്ടെ. അപ്പോ ഇന്ന് കണ്ട ഈ താടി രോമങ്ങൾ വരാനിരിക്കുന്ന 1000 താടി രോമങ്ങളുടെ മുൻഗാമിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. എന്താ? കമോൺ, എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ. ജോബിൻ, തുറന്ന് ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്തിനാ താനിങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അത് പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് കിരൺ. ഫാമിലി പ്രോബ്ലംസ് വല്ലതും? അങ്ങനെയും പറയാം. ഞാൻ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ നിന്ന് കേട്ട ചില കഥകളാ. അത് സത്യമാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. അതാ തന്നോട് നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസം മുമ്പ് മിസ്സസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഐ മീൻ സൂയിസൈഡ് അറ്റംപ്റ്റുമായി. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത്. ഓക്കെ. ഇവിടെ നഴ്സസ് തമ്മിൽ ചില ലൂസ് സ്റ്റോക്കിൽ നിന്ന് കിട്ടിയതാ. പലരും പല കഥകളാണ് പറയുന്നത്. എന്തായാലും സംഭവം ചീഫിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. താനൊന്ന് ശ്രദ്ധിക്കണം. സാർ അതേക്കുറിച്ച് എന്തെങ്കിലും? അങ്ങനെ പർട്ടിക്കുലറായി ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ പ്രോബ്ലം ഉള്ളവരൊക്കെ ലീവ് എടുക്കണമെന്നോ റിസൈൻ ചെയ്യണമെന്നോ അങ്ങനെ കാർഡടച്ചൊരു വെടി. എനിക്ക് അപ്പോഴേ തോന്നി ജോർജ് സാറ് തൻ്റെ കാര്യം മനസ്സിൽ വെച്ചിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. അപ്പോ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ലീവ് എക്സ്റ്റൻഷൻ ഇത്തവണ കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. എങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി തന്നെ റിസൈൻ ചെയ്താലെന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യാനോ? ഓ മൈ ഗോഡ്, താൻ എന്ത് വിഡിത്തത്തോടെ പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യ ജോബിൻ, പ്രശ്നങ്ങളില്ലാത്തവരെ ആരുമില്ല. പക്ഷെ അതൊരിക്കലും നമ്മുടെ പ്രൊഫഷനുമായി കൂട്ടിക്കൊടുക്കരുത്. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരോ പ്രശ്നങ്ങളും പ്രഷറും കൊണ്ട് നടക്കുന്നവരാ. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണം. നമ്മൾ നമ്മുടെ ജോലിയിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയാൽ തന്നെ പാതി പ്രഷർ കുറയോടൂ. തന്നെ പോലൊരാൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും തൻ്റെ ഈ അവസ്ഥ കണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ലീവും കൂടെ കഴിഞ്ഞ് താൻ നല്ല ഹാപ്പിയായി വന്ന് ജോയിൻ ചെയ്യടൂ. ഞാൻ ശ്രമിക്കുന്നുണ്ട് കിരൺ. അടുത്ത ആഴ്ച മുതൽ ഞാനുണ്ടാവും. ഉണ്ടാവണം. അതിനുള്ളിൽ തൻ്റെ പേഴ്സണൽ ടെൻഷൻസ് ഒക്കെ മാറ്റിയെടുക്കാൻ നോക്ക്. തനിക്ക് കഴിയണം. താങ്ക് യു ഡിയർ. ഓക്കെ, ശരി. അപ്പോൾ എന്റെ അപ്പു, എന്നാൽ ഇതെന്ത് മാറ്റമാണോ? ശരിക്കും ഇപ്പൊ താനൊരു ആൺകുട്ടി തന്നെയാ. മുഖത്ത് എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ? പിന്നെ കവിളൊക്കെ കുറച്ചുകൂടി ഒട്ടി നല്ല മാൻലി ആയിട്ടുണ്ട്. പിന്നെ പൊടിമീശയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ളത് പറയാലോ, ഇപ്പൊ തന്നെ കണ്ട ലക്ഷണമൊത്ത ഒരു ആൺകുട്ടിയാണെന്നേ പറയൂ. ഉറപ്പാണല്ലോ അല്ലേ? ആ, സംശയം ഉണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാണ് ആരോടെങ്കിലും ചോദിക്കാം. വേണോ? ഏയ്, അതൊന്നും വേണ്ട. സൂര്യചേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസാ. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാണല്ലോ. അതെ, വളരെ കറക്റ്റാ. ഞാൻ ഈയിടെ അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് എന്റെ ശ്രീമതിയും പറഞ്ഞു. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. അപ്പൊ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് സൂര്യചേട്ടൻ്റെ ഒരു സഹായം വേണം. ഓൾവേസ് വെൽക്കം. സഹായം ചെയ്യലാണല്ലോ നമ്മുടെ മെയിൻ. അത് തന്നെ പോലെ ഒരു ജെനുവിൻ കക്ഷിക്ക് വേണ്ടി ആവുമ്പോ സന്തോഷമേ ഉള്ളൂ. പറ, എന്താ സംഭവം? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് മിസ്സിങ്ങാ. മിസ്സിംഗ് എന്ന് പറയുമ്പോൾ വീട്ടുകാരുമായി ചില്ലറ പിണക്കൊക്കെ അയാൾ മുങ്ങി നടക്കുക. ആരാണാ ഭാഗ്യവാൻ? എൻ്റെ ഫ്രണ്ട് മാളുമില്ലേ, അവളുടെ ഹസ്ബൻഡ് ഡോക്ടർ ജോബിൻ. ഓ, തന്റെ ബെസ്റ്റിയുടെ ഹസ്ബൻഡ്. എന്താണ് പുള്ളിക്കാരന്റെ പ്രോബ്ലം? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമുക്ക് പുള്ളിക്കാരനൊന്ന് തപ്പിയെടുക്കണം. ആളീ സിറ്റിയിൽ തന്നെ ഉണ്ട്. എങ്കിൽ പിന്നെ നമുക്കൊരു കൈ നോക്കാന്നേ. ആദ്യം താൻ അയാളുടെ ഫോട്ടോ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും. പിന്നെ അയാൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസും. അവിടെ അന്വേഷിച്ച ആൾ എവിടെ ഉണ്ടാകുന്ന ഏകദേശം ഒരു ധാരണ കിട്ടും. ആളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞേ. പോട്ടെ, ഈ ഡോക്ടർക്ക് അടുത്ത ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ആരുമില്ല. പിന്നെ ഒരു പെൺസുഹൃത്തുണ്ട്. അവരുടെ കൂടെ എന്തായാലും ഡോക്ടർ താമസിക്കില്ല. എന്റെ ബലമായ സംശയം ഇവിടെ എവിടെയെങ്കിലും വല്ല ഹോട്ടലിലോ ലോഡ്ജിലോ ആള് റൂം എടുത്ത് തങ്ങുന്നുണ്ടാവുന്ന. എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയായി. ഈ നഗരത്തിലെ ഒരുവിധമുള്ള എല്ലാ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും ഫുഡുമായി നമ്മൾ എത്ര കയറി ഇറങ്ങിയിട്ടുള്ളതാ. എല്ലായിടത്തും മാനേജർ മുതൽ റൂം ബോയ് വരെ നമ്മുടെ കമ്പനിക്കാരായിട്ടുണ്ട്. തൻ്റെ ഈ സുഹൃത്ത് അങ്ങനെ എവിടെയെങ്കിലും റൂം എടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 24 hours ആളെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കും. പോരെ? സൂര്യചേട്ടൻ ഒരു കാര്യം ഏറ്റാ അത് എങ്ങനെ സെറ്റാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ.
ഞാൻ ധൈര്യമായിട്ട് വിളിച്ചത്. ബുദ്ധിമുട്ടിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതെന്ത് ബുദ്ധിമുട്ട് എന്റെ അപ്പു. 1 മാസത്തെ ടാർജറ്റ് തേക്കാനായിട്ട് മാനേജറുടെ മുന്നിൽ നമ്മൾ നിന്ന് കൈയും കാലും ഇട്ടടിച്ച് തന്നെന്നം പാടുമ്പോൾ ശ്രീമതി വീട്ടിൽ നിന്ന് വിളിച്ച് വെള്ളക്കായും കൊച്ചിനുള്ള കുറുക്കുപൊടിയും വാങ്ങാതെ വന്നു പോരുതെന്ന് പറയുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. താനിപ്പോൾ തന്നെ അയാളുടെ ഫോട്ടോ സെൻഡ് ചെയ്യും. ഇന്ന് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ സംഗതി സെറ്റാക്കാം. അയച്ചിട്ടുണ്ടേ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അപ്പു, എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് ഫ്രീ ആയിട്ട് ഞാൻ വിളിക്കാം. എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? ഓ, അറിയുമ്പോൾ ബാങ്കിലാണ്, പ്രൊമോഷൻ ഏജന്റാണെന്നൊക്കെ പറയാം. ഫലത്തിൽ കാലുപിടുത്തവും കറക്കമൊക്കെ തന്നെയാ. പറഞ്ഞ ടാർജറ്റ് തേച്ചില്ലെങ്കിൽ മാനേജറുടെ വക ചുരുളിയും. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പഴയ ഫുഡ് ഡെലിവറി തന്നെയാ സുഖം. എന്നാ പിന്നെ ഞാൻ കാരണം മാനേജറുടെ ചുരുളി കേൾക്കണ്ട. സുരചേട്ടൻ വിട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വിളിക്കാം. അത് ഞാൻ ഏറ്റു. ഓക്കെ അപ്പു, സി യു. അല്ലടി കൊച്ചേ, നിനക്കൊന്നും കഴിക്കാൻ കുടിക്കാൻ വേണ്ടേ? ഉച്ചയ്ക്ക് പേരിനെന്തോ കൊത്തിയിട്ട് കാട്ടിക്കൂട്ടി പോയെന്നാണല്ലോ ഡേസമ്മ പറഞ്ഞത്. എന്നാ പറ്റി? വിശപ്പും ദാഹമൊന്നും ഇല്ലേ നിനക്ക്? ആഹാ, നിന്റെ മൂക്കും മുന്തിയും കണ്ടാ തോന്നുമല്ലോ ഞങ്ങൾ എന്തോ കൂടോത്രം ചെയ്തിട്ടാ നിന്റെ കെട്ടിയവൻ മറ്റൊരുത്തിയുടെ കൂടെ ചാടിപ്പോയതെന്ന്. എടി കൊച്ചേ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ പോക്ക് നാശത്തിലേക്കാണെന്ന്. അന്ന് നീ അതിന് പുല്ല് വിലയെങ്കിലും കൽപ്പിച്ചോ? ദേ, ഇപ്പൊ ഇങ്ങനെ കണ്ണീരും കയ്യുമായി സങ്കടപ്പെട്ടിട്ട് എന്നാ ഉണ്ട് കാര്യം? അമ്മച്ചിക്ക് വേറൊന്നും പറയാനില്ലേ? ഞാൻ എന്റെ കെട്ടിയോനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അമ്മച്ചോട് ആരാ പറഞ്ഞ? അതിനിപ്പോ നീ പറഞ്ഞിട്ട് വേണോ അറിയാൻ? എടി കൊച്ചേ, ഈ പ്രായത്തിനിടയില് ഒരുപാട് കെട്ടും കെട്ടുപിരിയലും കണ്ടോളാ ഈ ത്രേസ്യാമ്മ. അതുകൊണ്ടേ നിന്റെ മനസ്സിൽ എന്താന്നറിയാൻ എനിക്കൊരു ഭൂതക്കണ്ണാടിയുടെ ആവശ്യമില്ല. ദേ, നിന്റെ മനസ്സിൽ എന്താന്ന് ഈ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അമ്മച്ചി പറയുന്നു നീ ഒന്ന് കേക്ക്. അതുകൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടാവൂ. ദേസമ്മ പറയുന്ന പോലെ നേർച്ചയും നോയമ്പും എടുത്ത് കാത്തിരിക്കുന്നോണ്ട് ഒരു കാര്യമില്ല കൊച്ചേ. നിന്നെ കളഞ്ഞിട്ട് പോയ ജോക്കൂട്ടൻ തിരിച്ചു വരണമെങ്കിലേ നീ തന്നെ മനസ്സ് വയ്ക്കണം. തിരിച്ചു വരണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മനസ്സ് വെച്ചാ പോരെ അമ്മച്ചി? ഇതാ നിന്റെ കുഴപ്പം. നല്ലത് എന്നായെങ്കിലും പറഞ്ഞാ അപ്പ തുടങ്ങും തർക്കുത്തരം. കെട്ടിയോളന്മാര് നിക്കണ്ട സ്ഥാനത്ത് നിന്നില്ലെങ്കിലേ മിന്നു കെട്ടിയവൻ കയറ് പൊട്ടിക്കും. അത് നാട്ടു നടപ്പാ. അങ്ങനെ പൊട്ടിച്ചു പോയവനെ തിരിച്ച് തൻപാട്ടിൽ വരുത്താനേ നമ്മള് പെണ്ണുങ്ങളൊന്ന് മനസ്സ് വെച്ചാ മതി. ഞാനിനി എങ്ങനെ മനസ്സ് വെക്കണമെന്നാ ത്രേസ്യ അമ്മച്ചി പറയുന്നേ? വഴിയുണ്ട്. നീ അവനോടുള്ള വാശിയും ദേഷ്യവും ഒക്കെ കളഞ്ഞിട്ടേ അവൻ എവിടാന്ന് വെച്ചാ അങ്ങോട്ടങ്ങ് അന്വേഷിച്ച് ചെല്ലണം. എന്നിട്ടേ അനുനയത്തിക്കൂടെ അവനെ തിരിച്ചു വിളിക്കണം. അത് വെറുമൊരു ചടങ്ങ് തീർക്കൽ വിളിയാവരുത്. വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം. അപ്പൊ അവൻ താനെ ഇങ്ങ് വന്നോളൂ. ദേ, വരുതിയിൽ വന്നെന്ന് ഉറപ്പായി കഴിഞ്ഞാ പിന്നെ എങ്ങും ചാടി പോകാത്ത രീതിയില് നമ്മൾ സ്നേഹപ്പൂട്ടോണ്ട് അങ്ങ് പൂട്ടണം. അതെന്താണെന്ന് നിനക്ക് അമ്മച്ചി വഴിയെ പറഞ്ഞു തരാം. അല്ലാണ്ട് ഡേസമ്മയുടെ വാശിയും വൈരാഗ്യം കൊണ്ടിരുന്നാലേ ഒടുക്കം നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്നിനെ വിലയില്ലാണ്ടായി പോവും. പറഞ്ഞേക്കാം. ചെറുക്കനെ വല്ലോളുമാരുടെ കൂടെ അവന്റെ പാട്ടിനങ്ങ് പോവും. അങ്ങനെ പോകുന്നവരെ അങ്ങ് പൊയ്ക്കോട്ടേന്ന് വെക്കും. അല്ലാതെ പുറകെ പോയി പിടിച്ചോണ്ട് വരാനൊന്നും എന്നെ കിട്ടില്ല. അമ്മച്ചി ഇനി കാര്യവും പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ വരണ്ട. പോയി എന്തേലും കഴിക്കാൻ നോക്ക്. നല്ലത് നായ്ക്ക് പിടിക്കാലടി. എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ചത് വെറുതെയായി.